ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ 12ാമത്തെ ചാപ്റ്ററായ ട്രപ്പീസിയംസ് അഥവാ ലംബകങ്ങളിൽ പേജ് നമ്പർ 197 ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ്. അതിൽ 3 ഫിഗേഴ്സ് തന്നിരിക്കുന്ന 3 വരയ്ക്കാനുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ ഫിഗർ ഞാനിവിടെ വരച്ചിട്ടുണ്ട്. അതായത് 3 തുല്യ സമപാർശ്വ ലംബകങ്ങളെ ചേർത്ത് വെച്ചിരിക്കുക. 3 കളർ കൊടുത്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് എളുപ്പമാണ്. 3 തുല്യമായിട്ടുള്ള ഐസോസ്ലസ് ട്രപ്പീസിയംസ് ആണ് വരച്ചിരിക്കുന്നത്. 3 ഈക്വൽ ആണെന്ന് പറയുമ്പോൾ തന്നെ ഇതിവിടെ നോക്കിക്കേ, ഈ ഒരു ബേസ് അതേ നീളം തന്നെയാണ് ഈ വലിയ ബേസ്, അതേ നീളം തന്നെയാണ് ഈ വലിയ ബേസ്. അതായത് ഈ പുറത്തുള്ള ഈ വലിയ ട്രയാങ്കിളിൻ്റെ 3 വശങ്ങളും തുല്യമാണ്, 3 സൈഡുകളും ഈക്വലാണ്. അതേപോലെ തന്നെ ഇത് 3 ഈക്വൽ ആയിട്ടുള്ള ഐസോസ്ലസ് ട്രപ്പീസിയംസ് ആയതുകൊണ്ട് ഈ അകത്തെ ചെറിയ ട്രയാങ്കിൾ നോക്കിയാലും അതിൻ്റെയും 3 സൈഡുകൾ തുല്യമായിരിക്കും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ചെറിയ ഫിഗറാണ്, നമ്മൾ കുറച്ച് വലുതാക്കിയാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ഒരു അളവ്, അതായത് ഏകദേശം നമുക്ക് ഇവിടെ അളവൊന്നും തന്നിട്ടില്ലാത്തതുകൊണ്ട് അപ്പോൾ ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ, ഈ ഒരു ബേസിൻ്റെ നീളമായിട്ട് നമ്മൾ 6 എടുക്കുകയാണെങ്കിൽ ഈ മുകളിൽ 2 എടുത്താൽ ഇതിൻ്റെ ഒരു 3ൽ ഒരു ഭാഗം മുകളിലത്തെ നീളമായിട്ട് വേണമെങ്കിൽ എടുക്കാം. അല്ലെങ്കിൽ ബേസ് 9 എടുക്കുകയാണെങ്കിൽ മുകളിൽ നമുക്ക് 3 വെച്ച് എടുക്കാം. കുറച്ച് വലുതായിട്ട് ഫിഗർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇവിടെ 6 എടുക്കുക, 6 സെൻറ്റിമീറ്ററാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ എത്ര എടുക്കണം? 2 സെൻറ്റിമീറ്റർ എടുക്കാം. അപ്പോൾ ഇത് 6 ആയതുകൊണ്ട് ഇതും 6ആണ്, ഇതും 6ആണ്. ഈ അകത്തെ ട്രയാങ്കിളിൻ്റെ 3 വശവും 2 സെൻറ്റിമീറ്ററും വെച്ച് നമുക്ക് എടുക്കാം. പിന്നെ നമുക്കറിയാവുന്ന എങ്ങനെയാണ് ഒരു ഐസോസ്ലസ് ട്രപ്പീസിയം വരയ്ക്കുന്നത്. ഈ പുറത്തെ ട്രയാങ്കിള് ഇക്വലാറ്ററൽ ട്രയാങ്കിളാണ് അല്ലേ, 3 വശങ്ങളും തുല്യമായതുകൊണ്ട് സമഭുജ ത്രികോണം, സമഭുജ ത്രികോണമാണ്. പിന്നെ നമുക്കറിയാവുന്നത് ഈ ഒരു ചുമന്നത് മാത്രം വരച്ചു കഴിഞ്ഞാൽ ബാക്കി എളുപ്പമോ. ഐസോസ്ലസ് ട്രപ്പീസിയം ആയതുകൊണ്ട് ഇതാ ഈ ഒരു വരയുടെ നീളം തന്നെയായിരിക്കും ഈ ഒരു വശത്തിൻ്റെ നീളവും ആണല്ലോ. പിന്നെ ഈ 3 ട്രപ്പീസിയംസും തുല്യമായതുകൊണ്ട് ഇവിടെ എത്ര കോൺ വരുന്നു, ആംഗിൾ വരുന്നു, അതേ അളവ് തന്നെയായിരിക്കും ഇവിടെയും കിട്ടേണ്ടത് അല്ലേ. ഇതൊരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് മുഴുവൻ കോണിൻ്റെയും അളവ് 60. അപ്പോൾ ഓരോന്നും എത്ര വെച്ച് വരണം? 30 ഡിഗ്രി വെച്ച് വരണം. അപ്പോൾ ഇനി നമുക്ക് ഒരു ഐസോസ്ലസ് ട്രപ്പീസിയം വരയ്ക്കുന്നത് നമ്മൾ പഠിച്ചു അല്ലേ. അതിന് ഒരു ട്രയാങ്കിളും ഒരു പാരലോഗ്രവുമായിട്ട് മുറിക്കണം. ഒരു ട്രയാങ്കിളും പാരലോഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു ത്രികോണവും ഒരു സാമാന്തരികവുമായിട്ട് മുറിക്കണം. ആ സാമാന്തരികത്തിൻ്റെ ഒരു വശമല്ലേ 2 സെൻറ്റിമീറ്റർ, അപ്പോൾ ഇങ്ങോട്ട് 2 സെൻറ്റിമീറ്റർ അല്ലേ വരേണ്ടത്. അപ്പോൾ ഇങ്ങോട്ട് ബാക്കി എത്ര വരും? ആകെ 6 ആണെങ്കിൽ ബാക്കി 4 സെൻറ്റിമീറ്റർ വരും. അപ്പം നമുക്കത് ആ ചുവന്ന ഐസോസ്ലസ് ട്രപ്പീസിയം അഥവാ സമപാർശ്വ ലംബകത്തിനെ വരച്ചിട്ട് ബാക്കി വരയ്ക്കാം. അതായത് ആദ്യം 6 സെൻറ്റിമീറ്റർ വരയ്ക്കാം. അതിൽ 4ഉം 2ഉമായിട്ട് മാറ്റണം അല്ലേ. ഇനി നമുക്ക് വേണ്ടത് 30 ഡിഗ്രി പ്രൊട്രാക്ടർ വെച്ചിട്ട് വരയ്ക്കുക. ഈ 0യിൽ നിന്ന് 10, 20, 30. ഇനി അതേപോലെ തന്നെ ഈ അറ്റത്ത് ചുമന്നതിൻ്റെ കോണളവും 30 തന്നെയാണ്. അപ്പോൾ അതും ഇതും 30 തന്നെയായിരിക്കും. കാരണം ഇത് രണ്ടും പാരലൽ ലൈൻസാണ്, സമാന്തര വരകളാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നും 30 എടുക്കണം. അതേപോലെ ഈ 4 സെൻറ്റിമീറ്റർ കഴിഞ്ഞിടത്തുനിന്നും 30 എടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു മീറ്റിംഗ് പോയിന്റ്, ഈ ഒരു പോയിന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ വെച്ചിട്ട് 30 ഡിഗ്രി എടുക്കാം. 0, 10, 20, 30 കണ്ടല്ലോ. അപ്പം നമുക്ക് ആവശ്യമുള്ളത് മാത്രം വരച്ചു പോവാം. ഇനി നമുക്ക് ഈ 2 സെൻറ്റിമീറ്റർ എവിടെ വരയ്ക്കണം? ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 2 സെൻറ്റിമീറ്റർ വേണം, പാരലൽ ആയിരിക്കുകയും വേണം. ഈ താഴത്തെ പാദത്തിന് ബേസിന് സമാന്തരമായിട്ട് 2 സെൻറ്റിമീറ്റർ വരയ്ക്കണം. ഇനി നമുക്ക് ഇത് ഇങ്ങോട്ട് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ ആ ചുവന്ന കളറിലെ ട്രപ്പീസിയം കംപ്ലീറ്റ് ആക്കാം. കണ്ടല്ലോ. ആദ്യം അതിനെ ഒന്ന് വരച്ച് കാണിക്കാം. കണ്ടല്ലോ. ഇനി നമുക്ക് ബാക്കി
വരയ്ക്കണം, കാരണം അത് എളുപ്പമാണ്. ഇത് മുഴുവനും കൂടെ ഒരു സമഭുജ ത്രികോണമാണ്. സമഭുജ ത്രികോണം ആകുമ്പോൾ എല്ലാ വശങ്ങളും തുല്യമാണ്. അപ്പോൾ ഈ അളവ് കോമ്പസിൽ എടുത്തിട്ട് നമുക്ക് മുകളിലേക്ക് വരച്ചാൽ മതി. അപ്പോൾ അത് ജോയിൻ ചെയ്യാം. ഇനി ഈ അകത്തെ ട്രയാങ്കിളും ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളാണ് അല്ലേ, ഒരു സമഭുജ ത്രികോണമാണ്. അപ്പോൾ 2 സെൻറ്റിമീറ്റർ ആണല്ലോ ഈ അളവ്. ആ അളവ് തന്നെ എടുത്ത് ഇപ്പം പുറത്തത് വരച്ച പോലെ തന്നെ കോമ്പസ് കൊണ്ട് വരയ്ക്കാം. അതും ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫിഗർ കംപ്ലീറ്റ് ആയിട്ട് കിട്ടും. കണ്ടോ, കംപ്ലീറ്റ് ആയി. ഇനി ഈ ഒരു സ്ട്രെയിറ്റ് ലൈനും കൂടെ വരച്ചാൽ മതി. കണ്ടോ, നമ്മുടെ ഫിഗർ കംപ്ലീറ്റ് ആയല്ലോ. അപ്പം നമ്മളിവിടെ 6 സെൻറ്റിമീറ്റർ ആണ് എടുത്തത്, മുകളിൽ 2 സെൻറ്റിമീറ്റർ. ഇനി നമുക്ക് രണ്ടാമത്തെ ഫിഗർ നോക്കാം. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഫിഗർ തന്നിട്ടുണ്ട്. ഇവിടെയും 3 തുല്യ സമപാർശ്വലംബങ്ങളാണ്, 3 ഈക്വൽ ഐസോസിലസ് ട്രപ്പീസിയംസ് ആണ്. ഇവിടെയും അളവ് തന്നിട്ടില്ല. അപ്പം നമുക്ക് നേരത്തെ എടുത്ത പോലെ കുറച്ചും കൂടെ വലിയ ഫിഗർ കിട്ടണം. അപ്പോൾ നമുക്കിവിടെ ടോട്ടൽ 6 എടുത്തു കഴിഞ്ഞാൽ ഈ മുകളിൽ മാത്രം, അതായത് ഏകദേശം ഒരു 1/3 ഭാഗമായിട്ടല്ലേ വരുന്നത്. അപ്പോൾ ഇവിടെ ബേസ്, ഈ ബേസ് 6 സെൻറ്റിമീറ്ററും ഈ ബേസ് 2 സെൻറ്റിമീറ്ററും വെച്ച് എടുക്കാം. അപ്പോൾ ടോട്ടൽ 6 സെൻറ്റിമീറ്ററും ഇവിടെ 2 സെൻറ്റിമീറ്ററും എടുക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ചുവന്നതിന് ആദ്യം നമുക്ക് വരയ്ക്കാം. അപ്പോൾ ഇതിന് ഈ ഒരു വരയെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം അല്ലേ. ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ട്രയാങ്കിളും ഇവിടെ ഒരു പാരലോഗ്രാം കിട്ടും അല്ലേ, ഒരു ത്രികോണവും ഒരു സാമാന്തരികവും കിട്ടും. പിന്നെ ഇത് എല്ലാം തുല്യമായതുകൊണ്ട് ഈ 6 സെൻറ്റിമീറ്റർ തന്നെയാണ് ഈ മുഴുവൻ വശത്തിൻ്റെ നീളം, അതേപോലെ ഈ മുഴുവൻ വശത്തിൻ്റെ നീളം. അതുകൊണ്ട് ഇതൊരു സമഭുജ ത്രികോണമാണ്, അഥവാ ഇക്വലാറ്ററൽ ട്രയാങ്കിളാണ്. അപ്പോൾ ഓരോ ആംഗിളും 60 ഡിഗ്രിയാണ്. 60 ഡിഗ്രി, ഇത് 60 ആകുമ്പോൾ ഇതും 60 തന്നെ അല്ലേ, ഇത് 60 ആണ്. അപ്പോൾ ഇതും 60. അപ്പോൾ നമുക്ക് ഈ ആദ്യം ചുമന്നതിനെ നമുക്ക് പൂർത്തിയാക്കാം. അതിന് വേണ്ടി ഇവിടെ 2 സെൻറ്റിമീറ്റർ ആകുമ്പോൾ ഇത് 2 സെൻറ്റിമീറ്റർ, അപ്പോൾ ഈ ബാക്കി ഇത് 2 സെൻറ്റിമീറ്റർ, ഇത്രയും 2 സെൻറ്റിമീറ്റർ, അങ്ങനെ 3 ആയിട്ടാണ് മുറിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം വരയ്ക്കാം. 6 സെൻറ്റിമീറ്റർ വരച്ചു. എന്നിട്ട് ഇവിടെ 2, 2, 2 ആക്കി നമുക്ക് തിരിക്കാം. കണ്ടല്ലോ. ഇനി നമുക്ക് ഈ ഇവിടെ 60 ഡിഗ്രിയും ഇവിടെ 60 ഡിഗ്രി വരയ്ക്കാം. അപ്പോൾ നമുക്ക് ഈ പോയിന്റ് കിട്ടും. ഈ ഒരു പോയിന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പ്രൊട്രാക്ടർ വെച്ചിട്ട് ചെയ്യാം. അതായത് ഈ ഒരു പോയിന്റിൽ നടുക്ക് നമ്മൾ ഇപ്പോൾ ഇട്ട 2 ഡോട്ട് ഉണ്ടല്ലോ, അവിടെ 2 ഇടത്തും വെച്ച് 60 വെച്ചിട്ട് എടുക്കാം. 0, 10, 20, 30, 40, 50, 60. എന്നിട്ട് ഇതും കൂടെ ജോയിൻ ചെയ്യുമ്പോഴാണ് നമുക്ക് 60 ഡിഗ്രി ഇവിടെ കിട്ടുന്നത്. ഇനി അതേപോലെ നമുക്ക് ഇവിടെയും 60 ഡിഗ്രി എടുക്കണം. 0, 10, 20, 30, 40, 50, 60. ഈ ഒരു പോയിന്റ് നമുക്ക് കിട്ടിയല്ലേ. ഇനി ഇവിടെ നിന്ന് 2 സെൻറ്റിമീറ്റർ ഈ ബേസിന് 6 സെൻറ്റിമീറ്ററിന് സമാന്തരമായിട്ട് വരയ്ക്കണം. 2 സെൻറ്റിമീറ്റർ വരച്ചു. ഇനി ഇതങ്ങോട്ട് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ ആ ചുവന്ന ട്രപ്പീസിയം തീർക്കാം. ഇതാ ചുവന്ന ട്രപ്പീസിയം കംപ്ലീറ്റ് ആക്കിയല്ലോ. ഇനി അതേപോലെ തന്നെ നമുക്കിവിടെ അടുത്ത ട്രപ്പീസിയം ഉണ്ടാക്കണം. അതിന് എളുപ്പമാർഗ്ഗം എന്താണ്? ഇതൊരു ഈക്വലാറ്ററൽ ട്രയാങ്കിളാണ് അല്ലേ, സമഭുജ ത്രികോണം. അപ്പോൾ 6 സെൻറ്റിമീറ്റർ കോമ്പസിലെടുത്ത് നമുക്ക് നേരത്തെ വരച്ച പോലെ തന്നെ വരയ്ക്കാം. കണ്ടോ, ആ ട്രയാങ്കിൾ കംപ്ലീറ്റ് ആയാലും. ഇനി ഈ ഒരു വശത്തിന് ഇതിപ്പം നമ്മൾ വരച്ച ഈ അകത്ത വരണ്ടല്ലോ, അതിനെ അങ്ങോട്ട് നീട്ടി വരയ്ക്കുമ്പോൾ മറ്റേ വശം ആയിക്കോളുമല്ലോ.
അപ്പം നമുക്ക് 3 ട്രപ്പീസിയംസും കിട്ടി. കളറ് കൊടുക്കുക, അപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും. ഈ കളർ കൊടുത്തിരിക്കുന്ന 3 ട്രപ്പീസിയംസ് നമുക്ക് കിട്ടി. ഇനി മൂന്നാമത്തെ ഫിഗർ നോക്കാം. മൂന്നാമത്തെ ഫിഗറാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇതൊരു റെഗുലർ ഹെക്സഗൺ ആണ്. എല്ലാ വശങ്ങളും തുല്യമാണ്. ആകെ 6 സമപാർശ്വ ലംബങ്ങളാണ് ഇവിടെ ഉള്ളത് അല്ലേ. അപ്പം നമുക്ക് ഇവിടെ കുറച്ചും കൂടെ വലുതാക്കി വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇതിനൊരു 4 സെൻറ്റിമീറ്ററും ഈ മുകളിലത്തെ പാദത്തിന് 2 സെൻറ്റിമീറ്ററും വെച്ചെടുക്കാം. പിന്നെ നമുക്കറിയാവുന്നത് ഇതിൻ്റെ മുഴുവൻ കോണിൻ്റെയും കൂടെ അളവ് 120. അതായത് ഒരു റെഗുലർ ഹെക്സഗണിൻ്റെ ഒരു ആംഗിളിൻ്റെ അളവ് 120. അപ്പോൾ ഒരെണ്ണം 60. അപ്പോൾ ഇത് 60, ഇതും അതേപോലെ 60 തന്നെ. അപ്പം നമുക്ക് ആദ്യം ഈ ചുമന്നതിനെ വരയ്ക്കാം. 4 സെൻറ്റിമീറ്റർ ആദ്യം വരയ്ക്കാം. 4 സെൻറ്റിമീറ്റർ വരച്ചു. ഇനി നമുക്ക് ഇവിടെ ഈ ഒരു പോയിന്റ് കിട്ടണം അല്ലേ. അതിനു വേണ്ടി നേരത്തെ വരച്ച പോലെ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു വരച്ച് കഴിഞ്ഞാൽ ഇതിന് സമാന്തരമായിട്ട്, അപ്പോൾ ഇതും 60 ഡിഗ്രി തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ പ്രൊട്രാക്ടർ വെച്ചിട്ട് അപ്പോൾ ആദ്യം ഈ 4നെ 2 2ആക്കി തിരിക്കാമല്ലോ. 2 2ആക്കി തിരിച്ചു. നമുക്ക് ഈ ഒരു പോയിൻ്റാണ് കിട്ടേണ്ടത്. അതിനു വേണ്ടി 60 ഡിഗ്രി എടുക്കാം. ഇവിടെ നിന്ന് 60 ദാ ഇവിടെയാണ്. അത് നമുക്ക് അങ്ങോട്ട് നീട്ടി വരയ്ക്കാം. കാരണം ഇതിങ്ങനെ നീണ്ടാണ് ഇതേ കൂടെ പോകുന്നത്. ഇനി നമുക്ക് ഇവിടെയും 60 വരയ്ക്കണം. അതായത് ഈ നടുക്കത്തെ 2 സെൻറ്റിമീറ്റർ എടുത്തല്ലോ അവിടെ. ഇവിടെ നിന്ന് 60 ജോയിൻ ചെയ്യാം. ഡോട്ടഡ് ലൈൻ ഇത് നമ്മുടെ ഫിഗറിൽ ഇല്ലാത്തതാണ്, ഇപ്പം വരച്ച വര. അത് ഡോട്ടഡ് ലൈൻ യൂസ് ചെയ്ത് വേണമെങ്കിലും കണ്ടുപിടിക്കാം. നമുക്ക് ആ ഒരു പോയിന്റ് കിട്ടിയാൽ മതി. ഇവിടുത്തെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് കിട്ടിയാൽ മതി. കണ്ടല്ലോ. ഇനി ഈ ഒരു പോയിന്റിൽ നിന്ന് 2 സെൻറ്റിമീറ്റർ ഇങ്ങോട്ട് ഇതിന് സമാന്തരമായിട്ട് വരയ്ക്കണം. 2 സെൻറ്റിമീറ്റർ സമാന്തരമായിട്ട് വരച്ചു. ഇനി ഈ ഒരു പോയിന്റും ഇതും കൂടെ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ആ ചുവന്ന കളറിലെ ട്രപ്പീസിയം കംപ്ലീറ്റ് ആക്കാം. ഇനി അതിനെയും ഇവിടെ നിന്ന് ഇങ്ങോട്ട് നീട്ടി വരച്ചാൽ കറക്റ്റായിട്ട് കിട്ടും. നമുക്കത് ഇങ്ങോട്ട് നീട്ടി വരയ്ക്കാം. ഇനി നമുക്ക് ഇതൊരു റെഗുലർ ഹെക്സഗൺ ആണ്. നമുക്കതിനെ വരയ്ക്കാൻ എളുപ്പമാർക്ക് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഇത് സെൻറ്റർ ആക്കിക്കൊണ്ട് ഇത് റേഡിയസും ആക്കിക്കൊണ്ട് ഒരു സർക്കിൾ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ 2 പോയിൻറ്റ്സ് കിട്ടാൻ എളുപ്പമാവും അല്ലേ. അപ്പോൾ നമുക്കിത് സെൻറ്ററും ഇത് റേഡിയസും ആയിട്ട് എടുത്ത് നമുക്ക് സർക്കിൾ വരയ്ക്കാം. കണ്ടല്ലോ. അതേ അളവിൽ നമുക്ക്, കാരണം ഓരോ ട്രയാങ്കിളും ഇക്വിലാറ്ററൽ ട്രയാങ്കിളാണ്, സമഭുജ ത്രികോണങ്ങളാണ്. അപ്പോൾ എല്ലാ വശങ്ങളും തുല്യമാണല്ലോ. ഇനി നമുക്കത് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ പുറത്തെ റെഗുലർ ഹെക്സഗൺ കംപ്ലീറ്റ് ആക്കാം. കണ്ടല്ലോ. ഇനി നമുക്ക് ഈ ഒരു 2 സെൻറ്റിമീറ്റർ തന്നെയല്ല ഇവിടെ ഓരോ സ്ഥലത്തും വേണ്ടത്. ഈ 2 സെൻറ്റിമീറ്റർ തന്നെയാണ് ഓരോ സ്ഥലത്തും വേണ്ടത്. അതും ഇവിടെ ഇങ്ങനെ ഇത് ഈ ഒരു ട്രയാങ്കിൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിളാണ്, സമഭുജ ത്രികോണമാണ്. അപ്പോൾ ആ 2 സെൻറ്റിമീറ്റർ എടുത്ത്, അതായത് ഇവിടെ തന്നെ കേന്ദ്രവും ഇത്രയും ആരവും ആക്കി എടുത്ത് സർക്കിൾ വരച്ചാൽ പോരെ.
അപ്പോൾ റേഡിയസ് 2 സെൻറ്റിമീറ്റർ എടുത്ത് നമുക്ക് സർക്കിൾ വരയ്ക്കാം. എന്നിട്ട് അതേ അളവ് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് കട്ട് ചെയ്യാം. അതേപോലെ ഇവിടെ നിന്നും ഇങ്ങോട്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ 2 പോയിൻറ്റ്സ് കിട്ടും. ഇനി നമുക്ക് ആവശ്യമുള്ളത് അങ്ങ് ജോയിൻ ചെയ്ത് വിട്ടാൽ മതി. ഇതാ ഈ ട്രപ്പീസിയം കംപ്ലീറ്റ് ആയി. ഇനി ഇത് തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ ഈ ഒരു ട്രപ്പീസിയം കംപ്ലീറ്റ് ആവും. ഇത് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ മുകളിലത്തെ ട്രപ്പീസിയം കംപ്ലീറ്റ് ആവും. നമുക്കിതിനെ കളറും കൂടെ കൊടുത്ത് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ മനസ്സിലാവും. ഇതാ നമ്മൾ ഫിഗർ കംപ്ലീറ്റ് ആക്കി. ഈ നടുക്കത്തെ 2 വരെ നമ്മളിത് വരയ്ക്കാൻ വേണ്ടിയിട്ട് വരച്ചതാണ്. അപ്പോൾ ഇത് 3 ഫിഗറും വരച്ച് പഠിക്കുക. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ ഏരിയ അഥവാ പരപ്പളവിനെ പറ്റി പഠിക്കാം.